ഏത് വഴിയാ പോകുന്നത്? ഇതുവഴിയാണോ പോകുന്നത്? ഇതാണ് നമ്മളെ കൊണ്ടുപോകണ ചേട്ടൻ. ഹൈ പറയും ചേട്ടാ, യൂട്യൂബ് വീഡിയോസിന് വേണ്ടിട്ട്. എന്നാ പേരെങ്ങനെ? ഭയങ്കര പാടാണ് അവിടെ പോകാൻ. സാധാരണ വണ്ടി പോകാൻ പറ്റൂല, പോകില്ല. വരുന്നവര് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യേണ്ടി വരും. 1000 രൂപയാവും വണ്ടിക്കും അതെല്ലാം കൂടെ റേറ്റ്. എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ വയനാട്ടിലാണ് ആയിരിക്കുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ വയനാട് മേപ്പാടിക്കടുത്ത് 900 കണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓഫ് റോഡുണ്ട്. പിന്നെ അങ്ങനെ കുറേ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 4612 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വനപ്രദേശത്തെ താപനില 21 ഡിഗ്രിയാണ്. വയനാട്ടിലെ ഒരു സ്വാഭാവിക വനപ്രദേശമാണ് 900 കണ്ടി എന്ന് പറഞ്ഞ സ്ഥലം. ഇത് വിനോദസഞ്ചാരികളുടെ ഒരു ഇഷ്ടസഞ്ചാര കേന്ദ്രം കൂടെയാണ്. ഇവിടെ സർവീസിനായിട്ടുള്ളത് ജീപ്പാണ്. അപ്പോൾ ഈ ജീപ്പിൽ കയറാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് അവിടെ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ അവിടെ സർവീസിന് ഒരാൾക്ക് 500 രൂപ വെച്ചാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു, ഞാൻ ഹസ്ബൻഡും. അപ്പോൾ ഞങ്ങൾക്ക് 1000 രൂപയാണ് ആയത്. അപ്പോൾ ഒരു 7 പേരാകുമ്പോൾ ഒരു ജീപ്പ് സർവീസ് നടത്തും. അപ്പോൾ അവിടെ ഒരു 10-30 ജീപ്പുകൾ ഞങ്ങൾ വന്ന സമയത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ജീപ്പുകളുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 100-100 കൂടുതൽ സർവീസുകൾ അവർ നടത്തുന്നുണ്ട്. ഞങ്ങൾ രാവിലെ ഒരു 7:30 ആയപ്പോൾ അവിടെ എത്തി. നല്ല വെയിലുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പം നല്ല ചുറ്റുപാട് നല്ല പച്ചപ്പ് നിറഞ്ഞ ആ മനോഹരമായ സ്ഥലത്ത് കൂടെ അതിനുള്ളിൽ കൂടെയാണ് ഈ ഓഫ് റോഡ് ഉള്ളത്. അപ്പോൾ ജീപ്പ് സർവീസ് മാത്രം ആയതുകൊണ്ട് നമുക്കവിടെ ജീപ്പ് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഒത്തിരി ജീപ്പുകൾ അങ്ങോട്ടും പോകുന്നതും തിരിച്ച് റിട്ടേൺ വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ റോഡെന്ന് പറയുന്ന ഒരു സൈഡിൽ കുറച്ച് നല്ല സിമൻ്റൊക്കെ ഇട്ടതായിരിക്കും. എന്നാൽ ഇടയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, നല്ല ഷേക്കിംഗ് ഉണ്ട് വണ്ടി. അപ്പോൾ നല്ല ഷേക്കിങ്ങോട് കൂടിയാണ് പോകുന്നത്. അപ്പം യാത്രക്കാരെല്ലാം നല്ല ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉള്ളൊരു അന്തരീക്ഷമാണ് ആ സമയത്ത് വരുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഓഫ് റോഡിൽ കൂടെ പോകുന്നത്. ഒത്തിരി തവണ കേട്ടിട്ടുണ്ടെങ്കിലും ഓഫ് റോഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ റിട്ടേൺ ആയിട്ട് വരുന്ന ജീപ്പുകൾക്ക് ഈ അങ്ങോട്ട് മുകളിലോട്ട് പോകുന്ന ജീപ്പുകൾ സൈഡ് ഒതുങ്ങി കൊടുക്കുമ്പോൾ മാത്രമാണ് അവർക്ക് പോകാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീഡിയോസിൽ കാണാൻ കഴിയും, നല്ല ഷേക്കിങ്ങോട് കൂടിയാണ് വണ്ടിയൊക്കെ പോകുന്നത്. നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ ഈ ജീപ്പ് ഓടിക്കാൻ പറ്റത്തുള്ളൂ. താരൊക്കെ ഉള്ളവർക്ക് ഇവിടെ വരാൻ കഴിയും. അവർക്ക് നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഈ റോഡിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. കാരണം അവിടെ സർവീസ് നടത്തുന്ന ഒരു ഗ്രൂപ്പുകാരുണ്ട്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് എഫേർട്ട് എടുത്ത് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ സർവീസിനിടയ്ക്ക് ഹെൽപ്പിങ്ങിന് നിൽക്കണമെന്ന് ഇല്ല. അപ്പം ഇവിടെ 2 സൈഡിലും ചെറിയ ടാറ് പോലെ ഇട്ടിട്ടുണ്ട്. അപ്പം നടുക്ക് മാത്രമാണ് ശകലം കുഴിയുള്ളത്. അപ്പം ഞങ്ങൾ ഏകദേശം ഇപ്പോൾ എത്താറായിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ദൂരമുണ്ട്. മുകൾ ഭാഗത്ത് അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പം മുന്നമേ തന്നെ അവരെല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽസ് പറയും. അങ്ങനെ ചുറ്റുപാടൊക്കെ വീടുകളൊക്കെ ഒത്തിരി ഉണ്ട്. ഇതിനിടയിൽ കൂടെയാണ് ഈ ഓഫ് റോഡ് കാണാൻ കഴിയുന്നത്. ഇവിടെ കുറച്ച് അത്ര ബുദ്ധിമുട്ടില്ല, കാരണം കല്ലുകളൊക്കെ അടുക്കി വഴി നല്ല കുറച്ച് ടാറിട്ട പോലെ കിടക്കുന്നത് കൊണ്ട് നമുക്കത്ര ബുദ്ധിമുട്ടില്ല. ഇവിടെയൊക്കെ ഒത്തിരി പാമൊക്കെ നിൽപ്പുണ്ട്. പാമ്പും പിന്നെ ഏലക്കാട് കൃഷിയൊക്കെ ഒത്തിരി നമുക്കിവിടെയൊക്കെ കാണാൻ കഴിയും. ചുറ്റുവട്ടത്തൊക്കെ വേറെ ജീപ്പുകൾ മുകളിൽ നിന്ന് സർവീസ് വേറെ ആൾക്കാരെ കൊണ്ട് താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സൈഡ് നമുക്ക് ഒതുങ്ങി കൊടുക്കേണ്ടവർ അപ്പോൾ മാത്രമാണ്. വളരെ വീതിയുള്ള റോഡല്ല, കുറച്ച് വിസ്തീർണം കുറഞ്ഞ റോഡാണ്. എങ്കിലും അവർ നല്ല സഹകരിച്ച് വളരെ സ്നേഹത്തോടെ തന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്ത് വയനാട്ടിലെ കാര്യങ്ങളൊക്കെ ഒത്തിരി പറഞ്ഞാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ സച്ചിൻ എന്ന് പറഞ്ഞൊരു ബ്രദറാണ് വണ്ടി ഓടിക്കുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. ഡെയിലി അവർ സർവീസ് നടത്തുന്നുണ്ട്, രാവിലെ തന്നെ തുടങ്ങുന്നുണ്ട് സർവീസ്. അത് ഏകദേശം ഒരു 5 മണി വരെയൊക്കെ ഉണ്ട് അവിടെ സർവീസ്. അപ്പം നല്ലൊരു കാര്യമാണ് അവർ പറയുന്നത്. അവർ ഡെയിലി വണ്ടി ഓടിക്കുന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ അവർക്കുണ്ട്. അത് സ്വാഭാവികമാണല്ലോ, ഇത്രയും ബുദ്ധിമുട്ടേറിയ റോഡിൽ കൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. എന്നാലും അവർ ആ ഒരു നല്ല ആത്മാർത്ഥതയോടുകൂടി തന്നെ ആ സർവീസുകൾ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ സൈഡിൽ ഒത്തിരി മരങ്ങളൊക്കെ ചെടികളൊക്കെ ഒത്തിരി നിൽപ്പുണ്ട്. ഇതിനിടയിൽ കൂടെയുള്ള ഇവിടെ അത്ര ചൂടൊന്നുമില്ല. ഈ ഭാഗത്തൊക്കെ ഒരു നല്ല ക്ലൈമറ്റാണ് കാണാൻ കഴിയുന്നത്. ഒരു ചെറിയ കാറ്റും നല്ല കുളിരൊക്കെ ഉണ്ട്. വെയിലാണെങ്കിലും ഈ മരങ്ങളൊക്കെ ഒത്തിരി കൂടി നിൽക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് അത്ര ചൂടറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു കുട്ടി ഗിയർ കൂടെ വണ്ടിയിലുണ്ട്. അപ്പോൾ ഗിയറിടാൻ ആൾ പാടുപെടണം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിനടുത്ത് എത്താറായിട്ടുണ്ടെന്നാണ് അതിൽ പറയുന്നത്. ഇവിടെയൊക്കെ ഒത്തിരി മരങ്ങളും കാപ്പിത്തോട്ടങ്ങളൊക്കെ ചുറ്റുവട്ടം കാണാൻ കഴിയും. ഒരാൾക്ക് അങ്ങനെയാണോ? എന്നെ കെട്ടാണ് മലയാണ് എന്നെ കൊണ്ടത്. ഇതേ കണക്കിന് കെട്ടണം തന്നെയാണ്. അത്യാവശ്യം നല്ല ഒരു വഴിയാണ്, അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ഒരു അരുവിയൊക്കെ കാണാൻ കഴിയും. ചെറിയൊരു സൈഡിലായിട്ടൊരു അരുവിയുണ്ട്. ഇവിടെയൊക്കെ 2 സൈഡിലായിട്ട് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അധികം റിസ്ക് ഇല്ല പോകാൻ തന്നെ. ഇത്തിരി ഒരു ജീപ്പ് വരുന്നുണ്ട്. ഇനി അതിന് അവർക്ക് സൈഡ് കൊടുത്താലേ അവർക്ക് ഇനി പോകാൻ കഴിയുള്ളൂ. എത്തിയിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് ഇവർ വണ്ടികൾ ഒതുക്കുന്നത്. ഇവിടെ ഒതുക്കിയിട്ട് ഓരോരുത്തർ വരും. നമുക്ക് മുകളിലോട്ട് അവർ കയറ്റി. ഇവിടെ എൻട്രി പാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അധികം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പം ഗ്ലാസ് ബ്രിഡ്ജിൽ അവിടെ സ്ക്രാച്ച് ആവുന്നത് കൊണ്ട് ആരും ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് അവിടുത്തെ നിയമം. അപ്പം ചെരുപ്പൊക്കെ ഊരാൻ കഴിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരതിനനുസരിച്ചുള്ള മാസ്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം അത് ഉപയോഗിച്ച് കയറാൻ കഴിയും. ഞങ്ങൾ അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ തന്നെ ഒരു തുണി തന്നിട്ടുണ്ടായിരുന്നു കാലിൽ ചുറ്റാൻ വേണ്ടി. അപ്പോൾ അത് ഷൂവിൽ ചുറ്റിയിട്ടാണ് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറിയത്. കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടുള്ള ഒത്തിരി ഊഞ്ഞാലും അങ്ങനെയുള്ള ഒത്തിരി പാർക്കൊക്കെ ഉണ്ട് സൈഡിലായിട്ടൊക്കെ. നമുക്കിനി തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ കഴിയും. ഇവിടെ ഒരു വലിയ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലോട്ടൊന്നും പെർമിഷനില്ല.
പക്ഷെ അതിൽ നിന്നെങ്ങനെ മുന്നമ്മ വീണിട്ടുണ്ടായിരിക്കണം ആരെങ്കിലും, അതായിരിക്കും അതിലോട്ട് ഇപ്പോൾ പെർമിഷൻ തരാത്തത്. ഒത്തിരി ഉയരത്തിലാണ് കെട്ടിയിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം. ഏകദേശം നല്ല വെയിലായിട്ടുണ്ട്, അപ്പം നല്ല ചൂട് തോന്നുന്നുണ്ട്. തണുപ്പുണ്ട് ക്ലാസ്സിൽ. ഇവിടെ നിന്ന് നല്ല വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ കഴിയും. ചുറ്റിനും പച്ചപ്പ് നിറഞ്ഞ് കിടപ്പുണ്ട്. ഇവിടെ എല്ലാം സൈഡിൽ ഏലത്തോട്ടങ്ങളാണ്. ഏലക്കയുടെ ചെടികളൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. അതുപോലെ വലിയ മലയും കുന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ നോക്കുമ്പോൾ തന്നെ. ഒത്തിരി നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ ആൾക്കാരെ അറേഞ്ച് ചെയ്ത് വിട്ട് നോക്കിയിട്ട് പോകണമെന്ന് പറയായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ അവിടെ നമ്മൾ നിർത്തിയിട്ടിരുന്ന ജീപ്പൊക്കെ കാണാൻ കഴിയും ആ സൈഡിൽ തന്നെയായിട്ട്. അത്യാവശ്യം എല്ലാവരും പെട്ടെന്ന് തന്നെ സെൽഫിയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ്. അതുപോലെ നല്ല വെയിൽ വന്ന ആ സമയമായപ്പം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ച്, അപ്പോൾ അവർ നാണം കാരണം തിരിഞ്ഞ് നിൽക്കുകയാണ്. മുഖമൊക്കെ പൊത്തിക്കണം, ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത്തിരി തിരക്ക് വന്നു ആ ടൈമായപ്പോൾ. അപ്പം അധികം ആരെയും നിൽക്കാൻ സമ്മതിക്കാതെ പെട്ടെന്ന് തന്നെ ജസ്റ്റ് സെൽഫി എടുത്ത് ഒന്ന് ജസ്റ്റ് ആ വ്യൂ കണ്ടിട്ട് അപ്പം തന്നെ തിരിച്ച് വിടുകയാണ്. ആൾ കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അവരോട് ചോദിച്ചപ്പോൾ അവർ 7 അടിയാണ്, 90 അടിയാണ് ആഴം. ഇവിടെ 100 അടിയാണ്. ഇവിടെ ചെറുതായിട്ട് കാറ്റ് വരുമ്പോൾ അപ്പം അത് 3 അടി 100 അടി നീളം, ഹൈറ്റ് 100 അടി. നമ്മളെ കൊണ്ടുവന്ന ജീപ്പ് അവിടെ താഴെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാൻ കഴിയും. അതുപോലെ നല്ല ഇതിൻ്റെ താഴ്ച ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സെൽഫി എടുത്ത് പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് മുകളിലോട്ട് പോകാമെന്ന്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രദേശത്തെ
ഏക്കർ കണക്കിനുള്ള ആ സ്ഥലങ്ങളിലെ പച്ചപ്പും മനോഹരതയും കുന്നുകളൊക്കെ കാണാൻ കഴിയും. ഗ്ലാസ് മുഴുവൻ സ്ക്രാച്ച് വീണ് കർശനമായിട്ട് നിയന്ത്രണം വെക്കുന്ന അവരെല്ലാം ബോയ്സ് എല്ലാം ഭയങ്കര ഷൈ ആയിട്ട് നിൽക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പറയാൻ മടി കാണിച്ച്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ട്രീ ഹൗസ് കാണാൻ കഴിയും. ട്രീ ഹൗസിൽ ജസ്റ്റ് പോയി നോക്കാം. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒത്തിരി പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും അതുപോലെ ഒത്തിരി എൻജോയ്മെൻറ്റ്സ് എല്ലാം ഇവിടെ ഒത്തിരി ഉണ്ട്. നമ്മളിപ്പോൾ ട്രീ ടോപ്പ് വ്യൂ പോയിന്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴിയാണ് ട്രീ ഹൗസിലേക്ക് പോകുന്നത്. ഇതുവഴിയാണ് കയറുന്നത്. അപ്പം ട്രീ ഹൗസിൻ്റെ മുകളിൽ നമുക്ക് ഒന്ന് കയറി നോക്കാം. എല്ലാം നല്ല രീതിയിൽ കംഫർട്ടായിട്ടാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒത്തിരി നമുക്ക് അങ്ങോട്ട് നോക്കുമ്പം ഏലത്തോട്ടങ്ങളൊക്കെ കാണാൻ കഴിയും. ഒത്തിരി ഏലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പാമൊക്കെ ഉണ്ട്, പാം മരങ്ങൾ. അതുപോലെ തന്നെ ആ അപ്പുറത്തെ സൈഡിലായിട്ട് തേയിലത്തോട്ടങ്ങളും ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്ന് പറയുന്ന ഒരു നല്ല വ്യൂ ആണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഈ 900 കണ്ടി സ്ഥലത്തിൻ്റെ ചുറ്റളവ് മൊത്തം നമുക്ക് ഇതിൻ്റെ മുകളിൽ നോക്കി കാണാൻ കഴിയും. അവിടുത്തെ പ്ലേ ഗ്രൗണ്ട്സും അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം മൊത്തത്തിൽ നമുക്ക് ആ പരിസരം മൊത്തം നമുക്കിങ്ങനെ കാണാൻ കഴിയും അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ. ഇതാണ് ട്രീ ഹൗസ്. ഇവിടെ നിൽക്കുന്നിടമൊക്കെ ടൈലിട്ട് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇതാണ് മുകൾ ഭാഗം. ഞാൻ മുകൾ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ ഒത്തിരി പേര് സെൽഫിയൊക്കെ എടുക്കാനും ഒക്കെ നല്ലൊരു രസമാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴേക്ക്. ചുറ്റുമുള്ള മലയൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല വ്യൂ ആണ്. നല്ല വ്യൂ ആയിട്ട് നല്ല രീതിക്ക് കാണാൻ കഴിയും. അതുപോലെ ആ റോഡ്, നമ്മൾ കയറി വന്ന റോഡുകൾ ഈ സമയം ഞങ്ങൾ വന്ന സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു അത്യാവശ്യം. അതുകൊണ്ട് ഏകദേശം ബുദ്ധിമുട്ടൊന്നുമില്ല യാത്രയിലൊക്കെ. നല്ല സാധാരണ ചാറ്റിൽ മഴയൊക്കെ ഉള്ള നമുക്ക് ഇത്രയും പുറത്തിറങ്ങി വ്യൂ കാണാനും അതിനുള്ള സൗകര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ വെയിലുള്ള സമയത്തായതുകൊണ്ട് ഇതിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് ഇനി അടുത്ത അവിടെ കുറച്ച് ഗെയിംസും ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്കതെന്താന്ന് നോക്കാം.
ഇവിടെയൊക്കെ വഴിയൊക്കെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. അവിടെ കുറച്ച് പേരൊക്കെ ക്യൂ നിൽപ്പുണ്ട്. ഇപ്പം ടിക്കറ്റ് എടുക്കാനുള്ളതായിരിക്കണം, ഗെയിം കളിക്കാനുള്ള. ഇവിടെ ഷൂട്ടുണ്ട്, ഷൂട്ടിങ് അമ്പെയ്ത്തൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അത് നോക്കാം എന്താന്ന്. ക്യൂ നിൽക്കുന്നുണ്ട് ഓരോരുത്തർ. 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഞാനും കൂടെ ഒന്ന് അമ്പെയ്ത് നോക്കാൻ പോവാണ്. കൊണ്ടിട്ടില്ല. അപ്പോൾ ഉന്നം തെറ്റി. ഇനി അടുത്ത ചായ നോക്കുകയാണ്. ഇനി അടുത്ത അമ്പ് ചെയ്യാൻ വേണ്ടി. പോകുന്നു. കയറാണ്ടായിരുന്നു. ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയി. അവിടെ ഭയങ്കര തിരക്കായി. അപ്പോൾ ഇവിടെ ഇവർ തന്നിരിക്കുന്ന ടൈം 1 hour ആണ്. അപ്പം അതുവരെ നമ്മുടെ ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യും. അവരുടെ ഉത്തരവാദിത്തമാണ് തിരിച്ച് നമ്മളെ അവിടെ കൊണ്ടെത്തിക്കേണ്ടത്. അപ്പോൾ അവർ നമ്മൾ കൊണ്ടിറക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പറയും. തക്ക സമയത്ത് തന്നെ അവിടെ എത്തണം, ആരും എങ്ങോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ തന്നാണ് വിടുന്നത്. നമുക്ക് ഏകദേശം ഇപ്പോൾ പോകേണ്ട ടൈം ആയിട്ടുണ്ട് തിരിച്ച്. തീർച്ചയായും ഇവിടെ വന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഓഫ് റോഡ് യാത്ര എന്ന് പറയുന്നത്. വളരെ ത്രില്ലായിട്ടുള്ളൊരു യാത്രയാണ്.
നമ്മൾ തിരിച്ചിനിയിപ്പത്തെ വന്ന വണ്ടിയിൽ തന്നെ തിരിച്ചു പോവുകയാണ്. തിരിച്ചും അതേപോലെ തന്നെ ഒരു ദുർഘടമായ വഴി കൂടെ തന്നെയാണ് യാത്ര. ഇനി ഞങ്ങൾക്ക് ബാനാസുര ഡാമിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളിനി നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ കൂടെ വന്ന ഗ്യാങ് എല്ലാം കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ യാത്ര ഞങ്ങൾ തുടരും. അപ്പോൾ ഞങ്ങളിവിടെ തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് അതേ റൂട്ടിൽ കൂടെ തന്നെ പോവുകയാണ്. ഒത്തിരി വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി വാഹനങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി. തീർച്ചയായും ഇവിടെ ഈ വയനാട് 900 കണ്ടിയിൽ വന്ന് ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്തവർ തീർച്ചയായും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. എല്ലാവർക്കും ജീപ്പിലിരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ഷേക്കിങ് കാരണം എല്ലാവരും ഇടുങ്ങിയും ഒതുങ്ങിയൊക്കെ വന്ന് ചേരുന്നതാണ്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് ഒക്കെ പോകുന്നത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ ബാണാസുര ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ബാണാസുര ഡാമിലെത്തിയപ്പോൾ ഒത്തിരി വൈകിപ്പോയി. കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ബസ് കിട്ടിയത് തന്നെ. ബസ് സൗകര്യം 2 ബസ്സുണ്ട്. പക്ഷേ തിരക്ക് കൂടുതലാണ്. എല്ലാവരും ബസ്സിൽ പോകാൻ തന്നെ ഒത്തിരി പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ഒത്തിരി പേര് വന്നുകൊണ്ട് അവരെല്ലാം നടത്തിയാണ് കൊണ്ടുപോയത്. പ്രായം ചെന്നവരൊക്കെ അവർ മുൻഗണന കൊടുത്ത് കയറ്റുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് വരെയും വലിയ ക്യൂ ആണ് നിൽക്കുന്നത്. ഒത്തിരി പേര് സൈഡിൽ കൂടെ തന്നെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ബാണാസുര ഡാം എന്ന് പറയുന്നത് അത് അറിയപ്പെടുന്ന മഡ് ഡാം എന്നാണ് അറിയപ്പെടുന്നത്. മണ്ണിൽ തീർത്തതാണ് ഈ ഡാം. ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ മണ്ണിൽ തീർത്ത മായാജാലം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഒത്തിരി എൻജോയ്മെൻറ്റ്സ് ചെയ്യുന്ന ഒത്തിരി കുട്ടികൾക്ക് ഉള്ള വലിയ പാർക്കുകളൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ. ഏക്കർ കണക്കിന് പാർക്കുകളും അതുപോലെ നല്ല കാഴ്ച വ്യൂ ആണ് ഇവിടെ നിന്ന്. ഇന്ത്യയിലെ തന്നെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ ഡാമാണ് ഇത്. ഏഷ്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ ഡാമുകളിലാണ് ഈ ബാണാസുര ഡാം എന്ന് പറയുന്നത്. 1974 ഇതിൻ്റെ പണി ആരംഭിച്ചത്. എന്നാൽ പണി പൂർത്തിയായത് 2004 എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഒരു 5 മിനിറ്റ് ദൂരമുണ്ട് അവിടെ മുകളിൽ ഡാമിൻ്റെ അവിടെ വരെ എത്താൻ വേണ്ടി. സൈഡിൽ നമുക്ക് അത്ര ഇത് കാണിച്ചിട്ടില്ല ഷൂട്ട് ചെയ്ത്. സൈഡിലൊക്കെ മണ്ണ് കൊണ്ടാണ് ആ സൈഡ് ഭാഗത്തെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയിലൊക്കെ ഒത്തിരി വലിയ തിരക്കായിരുന്നു. നല്ല തിരക്കായതുകൊണ്ട് എല്ലാവരും ഇരിക്കാൻ നോക്കിയില്ല. വണ്ടിയിൽ തന്നെ നിന്നാണ് കുറച്ച് പേര് വരുന്നത്. ഇത് ബോട്ടിങ്ങിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ടൈം ഒത്തിരി ആയതുകൊണ്ട് അവർ ബോട്ടിങ് നിർത്തി. 5 മണി വരെയുള്ള അവിടെ ടൈം. അപ്പോൾ ലാസ്റ്റ് ബോട്ടിങ്ങിനുള്ള ആൾക്കാരും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യും. അപ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നല്ല കട്ട വെയിലാണ്. ഇതാണ് ബോട്ടിങ്ങിൻ്റെ ഏരിയ. ഒത്തിരി പേര് വന്നിട്ടുണ്ട് ബോട്ടിങ്ങിൽ കയറാൻ. പക്ഷെ ടൈം ആയതുകൊണ്ട് അവർ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന ഒരു മനോഹരമായൊരു ഡാമാണിത്. നല്ല ഏക്കർ കണക്കിന് ദൂരത്തിലാണിത് കിടക്കുന്നത്. ഇവിടെ നിന്ന്
ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കുന്നുകളും മലകളൊക്കെ നമുക്ക് ആ കാഴ്ച കാണാൻ കഴിയും. ഒത്തിരി ആൾക്കാർ, കുട്ടികൾ, സ്കൂളിൽ നിന്നൊക്കെ ഉള്ള കുട്ടികളും ആൾക്കാരൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. കയറാൻ കഴിഞ്ഞില്ല, അപ്പോൾ ടൈം ഓൾറെഡി കഴിഞ്ഞു. ഇപ്പം ബോട്ടിങ്ങിൽ നേരത്തെ ബുക്ക് ചെയ്ത് അവരൊക്കെ ലാസ്റ്റ് ബോട്ടിങ്ങിനായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസ് തീരുകയാണ്. ഇവിടെ സ്പീഡ് ബോട്ടും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ വരുന്നവർ നേരത്തെ വരാൻ ശ്രമിക്കുക. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ബാണാസുര ഡാമിൽ വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതിമനോഹരമായ സ്ഥലത്ത് നിങ്ങൾ സന്ദർശിക്കണം. കാരണം വയനാട്ടിലെ പറയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മെയിനായിട്ടുള്ള ഒരു ഡാമാണിത്. വയനാട്ടിൽ വരുന്നവർ ഇവിടെ വരാൻ മറക്കണ്ട, നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ബോട്ടിങ്ങിലും എല്ലാം കാണാനും എല്ലാത്തിനും കഴിയും. അപ്പം നല്ല വെയിലിൻ്റെ സമയം കൂടെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പുറത്തൊക്കെ നിൽക്കാൻ തന്നെയായിരുന്നാലും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.